അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ലാബിലോട്ടാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന ലാബല്ല. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കൂട്ടാനും കുറയ്ക്കാനും നിൽക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. അപ്പൊ ഇപ്പൊ പോകുന്നത് എന്റെ എംഫാം റിസർച്ചിന്റെ ഒരു സാമ്പിൾ കൊടുക്കാൻ വേണ്ടിയാണ്. രാവിലെ മെസ്സിന്ന് നല്ല നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഇരട്ടയിൽ ഒന്നായ പരട്ട സഹോദരി എന്നെ ബസ് സ്റ്റോപ്പിൽ വരെ കൊണ്ടാക്കി. പാവം എന്തോ പറഞ്ഞാലും ചെയ്തു തരും, ഇടയ്ക്ക് മാത്രം. അങ്ങനെ എന്നെ കൊണ്ടുവിട്ടിട്ട് അവള് സ്ഥലം കാലിയാക്കി. ബസ്സിൽ സൈഡ് സീറ്റ് തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ കയറിയത്. അങ്ങനെ അവിടെ ഇരുന്ന് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു. അങ്ങനെ എന്റെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് ഒരു അമ്മാവൻ വന്നിട്ട് പറഞ്ഞു ഫ്രണ്ടിലോട്ട് കയറിയിരിക്കാൻ. അങ്ങനെ ഒരു ദാനശീലമായിപ്പോയി ഞാൻ മനസ്സിൽ കാറി പോയി വിളിച്ചോണ്ട് ഫ്രണ്ടിൽ പോയിരുന്നു. സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും എന്റെ മുടിയൊക്കെ കറണ്ട് അടിച്ച പോലെയായി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, താഴത്തെ അല്ല മോളിൽ കാണുന്നത്. നിങ്ങൾ ആദ്യമേ താഴെ നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ലിഫ്റ്റിൽ കയറി മൂന്നി കുത്തി മേളിലോട്ട് പോയി. ഇതാണ് കേട്ടോ ലാബ്. അങ്ങനെ ലാബിൽ കയറി സാമ്പിൾ കൊടുത്തു. ലാബിലെ മാനേജർ എന്നെ കണ്ടപ്പോ ചോദിച്ചു വേർ ആർ യു ഫ്രം. അപ്പൊ ഞാൻ പറഞ്ഞു ഐ ആം ഫ്രം കേരള. അപ്പോ മാനേജർ ഞെട്ടിത്തെറിച്ച് എന്നോട് ചോദിക്കുക ഐ തോട്ട് യു ആർ ഫ്രം ആസാം എന്ന്. അത് കേട്ട ഞാനും ഞെട്ടി. എന്തോ പറഞ്ഞിട്ടും ആ സാർ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അവസാനം ഞാൻ പോലും വിചാരിച്ചിനി ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ അല്ലയോ. അങ്ങനെ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു ധാരണയിലെത്തി സാമ്പിളും കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി. കൂടുതൽ പേര് അവിടെ നിന്നായിരുന്നെങ്കിൽ എന്നെ പിടിച്ച് ആസാമിയാക്കി കളഞ്ഞേനെ. അങ്ങനെ തിരിച്ചു പോയപ്പോ എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി കേട്ടോ. ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്ത് എന്റെ ലേ ഔട്ടിലെത്തി. പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ജ്യൂസ് മേടിച്ച് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടില്ല ഇടുക്കോ ഞെരുക്കോ നിറഞ്ഞ പാതകളിലൂടെയാണ് അവരൊക്കെ സഞ്ചരിച്ചതെന്ന്. ഞാനും അതുകൊണ്ട് ഇടുങ്ങി ഞെരുങ്ങി ഇപ്പൊ കണ്ട ഷോർട്ട് കട്ടിലൂടെ പുറത്തു വന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ട് മെസ്സിൽ കയറി നല്ല പയറും ചിക്കൻ കറിയും പപ്പടം ഒക്കെ കൂട്ടി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ വന്നു.